ആലോചിച്ചു നോക്കൂ. ഫകൈഫ യബീഉഹു, എങ്ങനെയാണ് അവൻ ഈമാനിനെ വിറ്റുകളയുക? ബിശഹ്വത്തിൻ, ഒരു ദേഹേച്ഛയ്ക്ക് വേണ്ടി, ശരീരത്തിന്റെ ഒരു താല്പര്യത്തിന് വേണ്ടി. തദ്ഹബു ലദ്ദതുഹാ വതബ്ഖാ സൂഉ മഈശതിഹാ, ആ തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ആസ്വാദനം ചെയ്ത് കഴിഞ്ഞതോടുകൂടി നഷ്ടപ്പെടും. ഏതു തിന്മയും അങ്ങനെയാണ്. തിന്മ അത് ചെയ്യുന്ന സന്ദർഭത്തിൽ ലഭിക്കുന്ന ആ ഒരു ആസ്വാദനം അത് കഴിഞ്ഞാൽ ഉടനെ നഷ്ടപ്പെടും. മദ്യപിച്ചാൽ, മദ്യം കുടിച്ച് അതിൻ്റെ ലഹരി ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. വ്യഭിചാരം അതിൻ്റെ സമയം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. മോഷണം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതിൻ്റെ ലദ്ദത്ത്, അതിൻ്റെ ആസ്വാദനം, അതിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ശൈത്താനിയത്തായ പൈശാചികമായ ആസ്വാദനം ആ തിന്മ അവസാനിക്കുന്നതോടുകൂടി നഷ്ടപ്പെടും. എന്നാൽ അവൻ്റെ ജീവിതം ഈ തിന്മകൾ കൊണ്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ബാക്കിയായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം തിന്മകൾ പ്രവർത്തിക്കുന്നവരെപ്പോഴും ദുഃഖിതരായിരിക്കും. രഹസ്യജീവിതത്തിൽ വൃത്തികേടുകളിൽ അകപ്പെടുന്നവർ അവനെപ്പോഴും കാരണമില്ലാതെ ഒരു ദുഃഖം, അതുകൊണ്ട് ഈ ഡിപ്രഷനിലേക്ക് കുട്ടികൾ പോകുന്നത് ഈ കാലഘട്ടത്തിൽ ഇത് കൂടുതലാണ്. കുട്ടികൾ ഞാൻ അത്ഭുതപ്പെടും, ചില കുട്ടികൾ പറയുന്ന പരാതികൾ കേട്ടു. അവർ പറയും കാരണമില്ല. എന്താണ് കാരണം? എനിക്ക് ദുഃഖമാണ്, എൻ്റെ ഹൃദയത്തിൽ ശൂന്യതയാണ്. എത്രയോ കുട്ടികൾ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നത് അതിൻ്റെ വാർത്തകൾ, ഈ ഡിപ്രഷൻ്റെ വാർത്തകൾ ധാരാളമായി വർദ്ധിക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? തിന്മയുടെ പ്രശ്നമാണ്. ഹറാമുകൾ ചെയ്യുമ്പോഴുള്ള ആസ്വാദനം കഴിഞ്ഞാൽ പോകും. പക്ഷെ നിങ്ങൾ നിസ്കരിച്ചാൽ, നല്ലപോലെ നിസ്കരിച്ചാൽ, നിസ്കാരത്തിൻ്റെ റാഹത്ത് എത്ര നേരം ബാക്കി നിൽക്കുന്നുണ്ട്? എൻ്റെ ഒരു സുഖം, സന്തോഷം, അൽഹംദുലില്ലാഹ് നിസ്കരിക്കാം. ഒരാൾക്ക് സ്വതക്ക കൊടുത്താൽ, ദാനം ചെയ്താൽ അതിൻ്റെ ഒരു സുഖം എത്ര നേരമുണ്ട്? എന്നാൽ നീ ഒരു വൃത്തികെട്ട പാർട്ടിയിൽ പോയി പങ്കെടുത്തു, അവിടെ കുറേ നേരം ഡാൻസ് ചെയ്തു, സംഗീതം കേട്ടു, തുള്ളിച്ചാടി, വീട്ടിലേക്ക് എങ്ങനെ നീ കയറി വരുന്നത്? നീ മയക്കുമരുന്ന് കഴിച്ചു, എങ്ങനെ നീ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? നീ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടു, എങ്ങനെ നീ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? നീ രഹസ്യമായി ഈ എന്താ പറയുക അശ്ലീല പടങ്ങൾ കണ്ടു, പോണോഗ്രാഫി, അതിന് അടിമപ്പെട്ടു. എന്തിൻ്റെ അവസ്ഥ? ആൾക്കാരുടെ മുന്നിൽ നിൽക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ. എപ്പോൾ നോക്കിയാലും ഹൃദയത്തിലൊരു ഭാരം, എപ്പോൾ നോക്കിയാലും ഹൃദയത്തിൽ ദുഃഖം. കാരണം അറിയാതെ ഡിപ്രഷന്റെ പ്രശ്നം പറയുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അത്ഭുതപ്പെട്ടു. എന്താണ് ഇവർ പറയുന്നത്? എന്താണ് ഒരു പരിഹാരം പറയേണ്ടത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടു. കുട്ടികളൊന്ന് പരാതി പറയുമ്പോൾ ദുഃഖം എവിടെ നിന്നാണ് വരുന്നത് എന്നറിയില്ല. ഹൃദയത്തിൽ എപ്പോഴും മടി, എഴുന്നേൽക്കാൻ വയ്യ, ഒരു പണിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഒരാളുകളുടെ മുന്നിൽ കുറച്ചൊരു സംസാരിക്കാൻ വയ്യ, കുറച്ചാളുകളുടെ ഇടയിൽ ഇരിക്കാൻ വയ്യ, എപ്പോഴും ദുഃഖിതനായിരിക്കുക, എപ്പോഴും. ഇത് എന്തുകൊണ്ടാണിത്? തിന്മകൾ കൊണ്ടാണ്. തിന്മ ഉപേക്ഷിച്ചാൽ അവസാനം